ഇതെല്ലാം എന്നിങ്ങനെ ചിന്തിച്ച് ദേഷ്യപ്പെട്ട് വിളിച്ചു, അമ്മേ 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 ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ശാഠ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഉണ്ടോ എണീക്കണു. അമ്മ തൈര് കടഞ്ഞുകൊണ്ട് തന്നെ മകനോട് പറഞ്ഞു, ഇന്ന് അമ്മയ്ക്ക് ഇത്തിരി തിരക്കാം, നല്ല കുട്ടിയല്ലേ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഭഗവാൻ ഒട്ടും ഇഷ്ടായില്ല. പക്ഷെ നിവൃത്തിയില്ല, അമ്മ വരുന്ന വട്ടമില്ല. അവസാനം മകൻ തന്നെ തോറ്റ് അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോ അമ്മ ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുക. ദേഷ്യത്തോടുകൂടി അമ്മയുടെ തൈര് കടയുന്ന കടകോലിനെ പിടിച്ച് മാറ്റി. എന്നിട്ട് അമ്മയുടെ കൈയൊക്കെ പിടിച്ച് അകത്തി ഇടയിൽ കൂടെ അങ്ങോട്ട് കയറി അമ്മയുടെ മടിയിലിരുന്നു. മടിയിലിരുന്നുകൊണ്ട് ബലാത്കാരേണ അമ്മയുടെ റൗക്കയൊക്കെ തുറന്ന് പാല് കുടിക്കാൻ തുടങ്ങി. വിശന്നിട്ടാണ് എണീച്ചത്. അപ്പൊ പാല് കുടിക്കാൻ തുടങ്ങി. അമ്മയെ തൈര് കടയാൻ തടഞ്ഞു. ഇനി കടയണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അമ്മയുടെ പാല് കുടിച്ച് ഇങ്ങനെ രസിക്കാൻ തുടങ്ങി. ദേഷ്യമുണ്ട് അമ്മയോട്. അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, കള്ളക്കണ്ണിട്ടിട്ടാണ് നോക്കണത്. ഇടയ്ക്ക് ദേഷ്യഭാവത്തില് അങ്ങനെ പാല് കുടിച്ച് ഒരു പകുതി കുടിച്ചു. അപ്പോഴേക്കും പതുക്കെ അമ്മയോടുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ അരിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കി ഒന്ന് ചിരിക്കാൻ തുടങ്ങി. അമ്മയെ നോക്കിയിട്ട് പതുക്കെ ചിരി വരാൻ തുടങ്ങി. അമ്മയ്ക്കും സന്തോഷമായി. അമ്മയും കള്ള നോട്ടവും ചിരിയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ രസിക്കുകയാണ്. അങ്ങനെ അമ്മയും മകനും കൂടി രസിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അടുപ്പത്തതാ പാല് പൊങ്ങിയിട്ട് ശബ്ദം ക്ഷീന്ന് വന്നിട്ട് അടുപ്പില് തീയൊക്കെ കിടന്നു. പാല് തിളച്ചു മറിയുന്നു. യശോദയ്ക്ക് ഇരിക്കപ്പെടുന്നില്ലാതായി. ഉണ്ണിയെ മടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞു നോക്കി, ഉണ്ണി വിടുന്നില്ല. അവസാനം യശോദ മകനെ ബലാത്കാരേണ തള്ളി താഴെ ഇരുത്തും. ഭഗവാന് ദേഷ്യം വരും. എന്തെന്നില്ലാതെ, തന്നെ വിലയില്ലാതെ തന്നെ തള്ളിക്കളയണിങ്ങനെ. ഈ അമ്മ താൻ ആരാ? ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രനും ഒക്കെ ആരെ കാണാൻ വേണ്ടി കാവൽ നിൽക്കുന്നു, ആരുടെ പാദങ്ങളിൽ വന്ന് നമസ്കരിക്കുന്നു, ആ ഭഗവാനാണ്. ആ തന്നെ ഇവിടെ തള്ളി കളഞ്ഞിട്ട് അടുപ്പത്ത് അല്പം പാലിന് വേണ്ടി പോയിരിക്കുന്നു. അപ്പൊ ആ പാലാണ് അമ്മയ്ക്ക് തന്നേക്കാൾ വിലപിടിച്ചത് എന്ന് കരുതി ദേഷ്യം വന്നു ഭഗവാന്. അമ്മ പാലിന്റെ അടുത്ത് പോയി പാല് വാങ്ങി വെക്കുമ്പോഴേക്കും ഇവിടെ ഭഗവാൻ ഒരു പണി ചെയ്തു. കടകോലുണ്ട്, തൈര് കളഞ്ഞ കടകോല്. അതെടുത്ത് ആ തൈര് കലത്തിന് ഒരൊറ്റ അടി എന്ന് പറഞ്ഞിട്ട് തൈര് കളം പൊളിഞ്ഞു. തൈരൊക്കെ എല്ലായിടത്തും അഭിഷേകമായി. ഭഗവാൻ അവിടെ തലേ ദിവസം എടുത്തു വെച്ചിരുന്ന വെണ്ണ വലിയ പാത്രത്തിലുണ്ട്. ആ വെണ്ണയെ പാത്രത്തോടുകൂടി എടുത്തു. ഓടി പുറത്തേക്ക് അമ്മയ്ക്ക് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി ഓടി നോക്കിയപ്പോ ഭഗവാന്റെ കാലിലുണ്ടായിരുന്ന തൈരൊക്കെ അവിടെയൊക്കെ അടയാളമാക്കണു. അപ്പൊ അമ്മ കണ്ടുപിടിക്കും താൻ പോയ വഴി. തിരിഞ്ഞു നോക്കിയപ്പോ മുഴുവൻ കാലടയാളം. അപ്പൊ അമ്മയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? തിരിച്ചോടി. എന്നിട്ട് വേറൊരു വഴിക്ക് ഓടി. അപ്പോഴും കാലടയാളം. വീണ്ടും വന്നു, വേറൊരു വഴിക്ക് ഓടി. ഇങ്ങനെ അവിടെ ഒരു നക്ഷത്രം പോലെ ചുറ്റുഭാഗത്തേക്കും അടയാളം ഉണ്ടാക്കി വെച്ചു ഭഗവാൻ. വീട്ടിലൊക്കെ കോല വിടുന്ന പോലെ അമ്മമാര് അല്ലെ. ഇപ്പൊ എവിടുന്ന് എവിടേക്കാ പോയെന്ന് ഒരു പിടിയും കിട്ടാത്ത പോലെയായി. ആദ്യം അന്തവുമില്ലാത്ത ഭഗവാൻ ഏതോ വഴിക്ക് രക്ഷപ്പെട്ടു. അവസാനം യശോദ പാലൊക്കെ അങ്ങോട്ട് വാങ്ങി വെച്ച് അപ്പോഴേക്കാണ് ഈ ശബ്ദം കേട്ടത്. തൈര് കുടം വീഴുന്നതിന്റെ പൊട്ടുന്നതിന്റെയൊക്കെ എന്താ പറ്റിയെന്ന് പേടിച്ചുകൊണ്ട് കണ്ണൻ വീണോ, കണ്ണൻ എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യശോദ ഓടി വരുമ്പോ ഇവിടെ ആളുടെ പൊടി പോലും ഇല്ല. തൈര് ഇങ്ങനെ പരന്ന് കിടപ്പുണ്ട്. കണ്ടപ്പോ ആദ്യം ചിരിയ വന്ന യശോദയ്ക്ക്. എന്താ കാരണം? തന്റെ മകൻ വികൃതിയാണെന്ന് ഇത്രയും ദിവസം ഗോപികമാര് പറഞ്ഞപ്പോ താൻ ഇത്രയും വികൃതിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ തെളിയിച്ചു കള്ളൻ. മാത്രമല്ല തന്റെ മകന്റെ യശസ് ലോകം മുഴുവൻ പരക്കുന്നത് പോലെയാണ് ഈ തൈര് പരന്നു കിടക്കുന്നത്. അത് കണ്ടപ്പോ സന്തോഷമായി. പക്ഷെ എങ്കിലും സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവരെ ശിക്ഷിക്കണ്ടേ, ശാസിക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വടിയും എടുത്തുകൊണ്ട് അമ്മ മകനെ തെരഞ്ഞുകൊണ്ട് ഓടുകയാണ്. എല്ലായിടത്തും തെരഞ്ഞു നോക്കി കാണാനില്ല. ഭഗവാനോ എവിടെയാ പോയിരിക്കുന്നത്? ഉരൽപുരയിലാ പോയിരിക്കുന്നത്. വന്നോ ഭഗവാൻ? വന്നോ? ഇല്ല, ഇത് വേറെ. ഭഗവാൻ അറിയാം. ആരാണത്? കുബേരന്റെ 2 മക്കളാണ്. നളകൂപരൻ, മണിഗ്രീവൻ എന്ന് പറഞ്ഞ് 2 മക്കളാണ്. ആ 2 പേരും നാരദ മഹർഷിയുടെ ശാപം കൊണ്ട്. കാരണം ഇവരും ഭയങ്കര അഹങ്കാരികളായിരുന്നു. ആ ഐശ്വര്യ മതം, കുബേരന്റെ മക്കളാണ്, ധനികന്മാരാണ്, ഞങ്ങൾ യക്ഷന്മാരാണ്, ഞങ്ങൾ കേമന്മാരാണ്, സുന്ദരന്മാരാണ്, യുവാക്കളാണ്, ശക്തന്മാരാണ് എന്നൊക്കെയുള്ള മതം കൊണ്ട്
അവർ മദ്യപാനം ചെയ്ത് സ്ത്രീകളുമായി ജലാശയത്തിൽ മന്ദാകിനി നദിയിൽ നഗ്നരായിട്ട് കളിക്കുകയായിരുന്നു ജലക്രീഡ. ആ സമയത്ത് നാരദ മഹർഷി അതിയെ വന്നപ്പോ ആ സ്ത്രീകൾക്കൊക്കെ ലജ്ജയുണ്ടായി. അവർ വേഗം വസ്ത്രം കൊടുത്ത് ബഹുമാനിച്ചു നിന്നു. പക്ഷെ ഈ രണ്ടുപേര് നളഗോപരനും മണിഗ്രീവനും ആ വെള്ളത്തിൽ നഗ്നരായി നാരദ മഹർഷിയെ മൈൻഡ് ചെയ്യാതെ കളിച്ചു. ഇത് കണ്ടപ്പോ നാരദ മഹർഷിക്ക് സങ്കടം തോന്നി. എത്ര നല്ലൊരു ജന്മം! കുബേരനെ പോലൊരു മഹാഭക്തന്റെ മക്കളായി ജനിച്ചിട്ട് ഇവർക്ക് ഇതാണല്ലോ അഹങ്കാരം, ഈ ഗർവം, ഇത് ഇല്ലാതാക്കണം ഇവരുടെ. അതിന് ഏറ്റവും നല്ലത് ഇവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കണം, അല്ലേ? മനുഷ്യന് ധനം കൂടുമ്പോൾ സ്വാതന്ത്ര്യം കൂടും, ആരോഗ്യം കൂടുമ്പോൾ സ്വാതന്ത്ര്യം കൂടും, പദവികൾ ഉണ്ടായാൽ സ്വാതന്ത്ര്യം കൂടും, ശക്തി ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കൂടും, യൗവനം ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കൂടും. അപ്പൊ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ അഹങ്കാരിയാക്കുന്നത്, അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കുറയും തോറും നമ്മുടെ അഹങ്കാരം ഇല്ലാതാവും. നമ്മൾ ആരുടെയെങ്കിലും കീഴിലാണെങ്കിൽ പച്ച പാവങ്ങളായിരിക്കും നമ്മൾ. ആരോഗ്യമില്ലെങ്കിൽ പച്ച പാവങ്ങളായിരിക്കും, ധനമില്ലെങ്കിൽ പച്ച പാവങ്ങളായിരിക്കും. അപ്പൊ എന്തൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുവോ അതൊക്കെ നമുക്ക് അഹങ്കാരം നൽകുന്നതുമാണ്. അപ്പൊ ഇവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കണം, എങ്കിലേ ഇവരുടെ അഹങ്കാരം ഇല്ലാതാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് നാരദ മഹർഷിയുടെ വൃക്ഷങ്ങളാവാൻ ശപിച്ചത്. വൃക്ഷങ്ങളായ സ്വാതന്ത്ര്യമുണ്ടോ? നിന്നവിടെ നിൽക്കണ്ടേ? വെയില്, മഴ, കാറ്റ്, മഞ്ഞ് എല്ലാം കൊള്ളണം. ഓടിപ്പോവാൻ രക്ഷയില്ല. ആരെങ്കിലും കല്ലെറിഞ്ഞാൽ കൊള്ളണം, പക്ഷികൾ വന്ന് കൂടുകൂട്ടിയാൽ സഹിക്കണം, കാഷ്ടിച്ചാൽ കൊള്ളണം, ആരെങ്കിലും വന്ന് വെട്ടിയെടുത്തോണ്ട് പോയാൽ സഹിക്കണം. ഒന്നിനും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല വൃക്ഷങ്ങൾക്ക്. പക്ഷെ ബോധമുണ്ട് താനും. ഇവർക്ക് ആ പ്രത്യേക ബോധവും കൊടുത്തു. അങ്ങനെ നിങ്ങൾ വൃക്ഷങ്ങളായിട്ട് നിൽക്കും. എത്രയോ കാലം മുമ്പ് ശമിച്ചതാ. അപ്പൊ അവര് ശാപമോക്ഷത്തിനായിട്ട് നാരദനോട് പ്രാർത്ഥിച്ചു. അപ്പൊ നാരദൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാന്റെ ലീലകൾ നേരിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കും. അത് കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മുക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ മുക്തരായി തീരും. അപ്പൊ ഭഗവാൻ നാരദ മഹർഷിയുടെ വാക്കുകൾ ഓർത്തു. ആ മഹാനായ തന്റെ ഭക്തനായ നാരദന്റെ വാക്കുകളെ സത്യമാക്കണം. അതിനുള്ള സമയമായി. മാത്രമല്ല, ഇപ്പോഴുള്ള ഗോകുലം ബൃഹത് വനം എന്ന് പറയുന്ന ഇവിടം വിട്ടുകൊണ്ട് ഇനി പോകാൻ പോവുകയാണ്. നാളെ മുതൽക്ക് വൃന്ദാവനത്തിലാണ് ലീല. അപ്പൊ വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെ മോചിപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ ഭഗവാൻ ഉള്ളിൽ സങ്കല്പിച്ചു, ഈ വൃക്ഷങ്ങളിലുള്ള ഈ നളഗോപുര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം കൊടുക്കണം എന്ന്. അങ്ങനെ ഭഗവാൻ ഈ മുട്ടുകുത്തി കളിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു, അതെ, ആനയ്ക്ക് മകം പൊട്ടി, എല്ലാവരും മാറിക്കോളൂ എന്ന് പറഞ്ഞ് കൂട്ടുകാരെ പേടിപ്പിച്ചു. കൂട്ടുകാരും അത് കളിയായിട്ട് എടുത്തിട്ട് ആനയ്ക്ക് മകം പൊട്ടി, മാറിക്കോളൂ എന്ന് കൂട്ടുകാരൊക്കെ ദൂരേക്ക് മാറി ഓടി. ഭഗവാനോ ഒരു മകം പൊട്ടിയ ആനയെ പോലെ ഈ ഒരലും വലിച്ചുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോയി. രണ്ട് വൃക്ഷങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കണം. അതിന്റെ ഇടയിൽ കൂടെ ഭഗവാൻ കടന്നു. പക്ഷെ ഒരല് അതിന് ബ്ലോക്കായി, കുറുകെ ചെന്നു. ഭഗവാൻ തന്റെ കോമളമായിട്ടുള്ള ശരീരം കൊണ്ട് ഈ ഒരലിനെ പിടിച്ച് ഒന്ന് തിക്കി വലിച്ചു. ഭഗവാൻ ആ ഉരലിനെ വലിച്ചതോടുകൂടിയിട്ട് ഇത്രയും വലിയ വൃക്ഷങ്ങള്, അർജുന വൃക്ഷങ്ങൾ രണ്ടും കടപഴകി താഴേക്ക് വീണു. ഭയങ്കര ശബ്ദമുണ്ടായി. പക്ഷെ ആ ശബ്ദത്തെ ഭഗവാൻ അംഗീകരിയോ തൽക്കാലം സമീപിച്ചു. ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ആ ശബ്ദം ഭഗവാൻ പിന്നീടാണ് തുറന്നു വിടുന്നത്. ഭഗവാന് സാധിക്കാത്തത് എന്താ ഉള്ളത്? അപ്പൊ കുറച്ചു നേരത്തേക്ക് ശബ്ദം പുറത്തേക്ക് പോയില്ല. ആ സമയത്താണ് ഈ രണ്ട് വൃക്ഷങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ രണ്ട് സുന്ദരന്മാര്, ദേവന്മാര് പുറത്തേക്ക് വന്നത്. ആ രണ്ടുപേരും ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനോട് ക്ഷമാപണം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങള് അഹങ്കാരം കൊണ്ട് മഹാത്മാക്കളെ നിന്ദിച്ചവരാണ്. ഇപ്പോഴാ അങ്ങയുടെ കാരുണ്യം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങയുടെ സ്പർശം കൊണ്ട്, അങ്ങയുടെ ദർശനം കൊണ്ട് ഒക്കെ ഞങ്ങളുടെ എല്ലാ ശാപവും നീങ്ങി ഞങ്ങളത് ആ ശാപത്തിൽ നിന്ന് മുക്തരായി. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് മഹാത്മാക്കളെ നിന്ദിക്കാൻ തോന്നലുണ്ടാവരുത്. മഹാത്മാക്കളെ കണ്ടാൽ ബഹുമാനിക്കാൻ തോന്നണം. അതുപോലെ ഞങ്ങളുടെ ഓരോ അവയവങ്ങളെ കൊണ്ടും ഭഗവാനെ പൂജിക്കാനും സേവിക്കാനും സ്മരിക്കാനും ഭാഗ്യം ഉണ്ടാവണം. അതിമനോഹരമായിട്ടൊരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. ഒരു നല്ല പ്രാർത്ഥനയാണത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്.
വാണീ ഗുണാനുഗതനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? വാണി ഗുണാനുഗതനേ. ഞങ്ങളുടെ നാവ് വാണി, ഞങ്ങളുടെ വാണി അങ്ങയുടെ ഗുണങ്ങളെ എപ്പോഴും കീർത്തിക്കുന്നതിൽ രമിക്കണം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനും ഞങ്ങളുടെ നാവിന് ആ സംസ്കാരം ഉണ്ടാവണം. അതിന് അങ്ങ് അനുഗ്രഹിക്കണം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് വായിൽ ഭഗവാന്റെ നാമം വരുള്ളൂ. പാപികൾക്ക് ഭഗവാന്റെ നാമം നാവിൽ വരില്ല. അപ്പൊ നമ്മൾക്കൊക്കെ ഭഗവാന്റെ നാമം നാവിൽ വരുന്നുണ്ടോ? വരുന്നെങ്കിൽ നമ്മൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ്, ഈശ്വര അനുഗ്രഹത്തിന്റെ ഫലമാണ്. അപ്പൊ പ്രാർത്ഥിച്ചു, ഭഗവാനെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ നാവിൽ അങ്ങയുടെ ഗുണങ്ങൾ കീർത്തിക്കാൻ പറ്റണം. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ഞങ്ങളുടെ രണ്ട് ചെവികൾ അങ്ങയുടെ കഥകൾ എപ്പോഴും കേൾക്കാനിടയാകണം. അങ്ങയുടെ കഥ കേൾക്കുന്നതാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പരമമായിട്ടുള്ള ഭാഗ്യം. നമ്മളെ അന്ധകരണം ശുദ്ധമാക്കുന്നതും നമ്മളെ ഈശ്വര സ്വരൂപത്തിലേക്ക് നയിക്കുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെയാണ്. അപ്പൊ ഞങ്ങളുടെ ചെവികളെ കൊണ്ടുള്ള പ്രയോജനം അങ്ങയുടെ കഥകൾ കേൾക്കുന്നതാകണം. ഹസ്തൗ ച കർമ്മസു. ഞങ്ങളുടെ രണ്ട് കൈകൾ അങ്ങയുടെ കർമ്മങ്ങൾ, അങ്ങേക്കുള്ള സേവകൾ ചെയ്യുന്നതിനായി കൊണ്ട് തീരണം. ഏത് പ്രവൃത്തി ഞങ്ങൾ ചെയ്താലും അത് അങ്ങേക്ക് തൃപ്തികരമായി തീരണം, അങ്ങയുടെ പൂജയായി മാറണം. ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം. നഹ മനഃ തവ പാദയോഹോ സ്മൃത്യാം. ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ രണ്ട് പാദങ്ങളെ സ്മരിക്കുന്നതിൽ എപ്പോഴും മുഴുകണം. അങ്ങയുടെ പാദകമലങ്ങളെ സ്മരിക്കുമാറാകണം മനസ്സുകൊണ്ട്. ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ. ഞങ്ങളുടെ ശിരസ് അങ്ങയുടെ നിവാസ സ്ഥാനമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമസ്കരിക്കാറാവണം. അപ്പൊ എവിടെയും നമ്മൾ വിനയാന്വിതരാവണം. ഈ ജഗത്ത് മുഴുവൻ ആരുടെ നിവാസസ്ഥാനം? ഈ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ വാസസ്ഥാനമാണ്. അപ്പൊ ജഗത്തിൽ എന്തിനെ കണ്ടാലും ഭഗവാനെ കണ്ട് നമസ്കരിക്കാറാവണം. അപ്പോഴാണ് നമ്മൾ വിനയാന്വിതരാകുന്നത്. എന്തിനേയും വണങ്ങാനുള്ളതായിട്ടുള്ള ആ വിനയം അതുണ്ടാവണം. ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഞങ്ങളുടെ ദൃഷ്ടി അങ്ങയുടെ തനു തന്നെ ആയിരിക്കുന്ന, അങ്ങയുടെ തന്നെ പ്രത്യക്ഷ മൂർത്തികളായിരിക്കുന്ന മഹാത്മാക്കളെ ദർശിക്കുന്നതിൽ കഴിവുള്ളതായി തീരണം. എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളെ കാണുമ്പോൾ ഭഗവാന്റെ തന്നെ മൂർത്തിയാണെന്ന് കാണാറാവണം. ഇതാ ഭഗവാൻ തന്നെയാണ് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് കണ്ട് അവരെ വണങ്ങണം, ബഹുമാനിക്കണം, അവരെ ധിക്കരിക്കരുത്. അപ്പൊ ഈ ഒരു സംസ്കാരം ഞങ്ങൾക്ക് ഉണ്ടാവണം. അതിനായി കൊണ്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിച്ച് പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്തു ഈ നളഗോപുര മണിഗ്രീവൻ. ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കി അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോളൂ, യക്ഷലോകത്തേക്ക് പൊക്കോളൂ, ഈ സ്മരണ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന്. അപ്പൊ നോക്കൂ, ஈஸ்வரனாரிடத்தில் ஆசை
സമണ്ഡലൈഃ സതേമനൈർനിരഗമദീശജേമനൈഃ വിനിര്യതസ്തവ ചരണാംബുജദ്വയാത് ഉദഞ്ചിതം ത്രിഭുവനപാവനം രജഃ മഹർഷയഃ പുളകധരൈകളേബരൈഃ ഉദൂഹിരേ ധൃതഭവദീക്ഷണോത്സവാഃ പ്രചാരയത്യവിരളശദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈഃ അഗാസുരോ ന്യരുണദഘായ വർദ്ധനിം ഭയാനകഃ സപദി ശയാനകാകൃതിഃ മഹാചല പ്രതിമതനോർഗുഹാനിഭ പ്രസാരിത പ്രതിതമുഖസ്യ കാനനീ മുഗോദരം വിഹരണ കൗതുകാദ്ഗദാഃ കുമാരകാ കിമപി വിദൂരകേ ത്വയി പ്രമാദതഃ പ്രവിശതി പന്നഗോദരം ക്വദത്തനൗ പശുപകുലേ സവത്സകേ വിദന്നിതം ത്വമപി വിവേശിത പ്രഭോ സുഹൃജ്ജനം വിശരണമാശുരക്ഷി